അതെ, ഇന്ന് നമ്മുടെ റൂം ക്ലീനിങ് വ്ളോഗാണ്. ഒത്തിരി നാളായിട്ട് വിചാരിക്കും നമ്മുടെ റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വ്ളോഗ് എടുക്കണമെന്ന്. പിന്നെ റൂം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു അയ്യോ ഇതെല്ലാവരും കാണിച്ചു കഴിഞ്ഞാൽ ഒരു മോശമല്ലേ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും കാണണം. ഇത് കണ്ട് ഇൻസ്പയർ ആയി എല്ലാവരും ഓരോരോ റൂമൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ഒത്തിരി പേരൊക്കെ ഇങ്ങനെ റൂം ക്ലീനിങ് വ്ളോഗൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അപ്പം എനിക്കും ഒരു ക്യൂരിയോസിറ്റി, നമുക്കും ചെയ്യാന്നുള്ളത്. അപ്പം ഇതാണ് എൻ്റെ വൃത്തിഹീനമായ റൂം. ഈ റൂമാണ് ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. കുറേ എന്തൊക്കെയോ പരിപാടീസും തിരക്കും ഒക്കെ ആയതുകൊണ്ട് നല്ലപോലെ ഒന്ന് തൂക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ബെഡൊക്കെ വിരിച്ചിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട് പോകും. അതുകൊണ്ട് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ഇതാണ് ഈ അലങ്കോലപ്പെട്ട് കിടക്കുന്നത്. ഫുള്ള് അത്യാവശ്യം നല്ല രീതിക്ക് അലങ്കോലമായിട്ട് കിടക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. തുണിയാണെങ്കിലും ഈ ഒരു കോർണർ സോഫയുടെ ഒരു പോർഷനാണ്. ഇതൊന്നും ഇങ്ങനെയൊന്നുമല്ല, ഇതിനകത്ത് സാധനങ്ങൾ കിടക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡ് ആയാലും ഇപ്പുറത്തെ സൈഡിലൊരു ബക്കറ്റ് ഉണ്ട്, അത് നിറച്ച് ഇങ്ങനെ തുണിയൊക്കെ കൂടി കിടക്കുക. ഈ ഡ്രീം ക്യാച്ചറെ 3 രൂപ വാങ്ങിച്ച്, എൻ്റെ ഫേവറേറ്റ് ഡ്രീം ക്യാച്ചർ. നല്ല ഭംഗി ഇത് കാണാം. ഈ ഒരു സാധനം കണ്ടു, ഇതാണ് എൻ്റെ അലമാരി ഇരിക്കുന്ന പൊടി തന്നെ നിങ്ങൾ കണ്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ബക്കറ്റ് ഉണ്ട്. ഈ ബക്കറ്റിന് മുകളിലോട്ടായി തുണിയെല്ലാം ഇങ്ങനെ കുന്നുകൂടി കൂമ്പാരമായിട്ട് കിടക്കുന്നത്. പിന്നെ എൻ്റെ ബെഡ്, ഇതെൻ്റെ ഫാന്, എൻ്റെ മെയിനായിട്ടുള്ള വലിയ ഫാനിൻ്റെ കണക്ഷൻ പോയി, അത് ചത്തുപോയി ആ ഫാൻ. അപ്പോൾ ഈ ഒരു ചെറിയ ടേബിൾ ഫാനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിലേക്ക് ഞാൻ അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ റൂമിൽ ഇങ്ങനെ ഈ സൈഡിൽ ഒരു ജനലുണ്ട്, മറ്റേ സൈഡിൽ 2 ജനലുണ്ട്. ടോട്ടൽ അങ്ങനെ 4 പാളിയുടെ 2 ജനലുണ്ട്. അതെല്ലാം ഫുള്ള് പൊടി പിടിച്ചിരിക്കുക. ഈ ജനൽ എപ്പോഴും തുറന്നിടുന്നതാണ്, മറ്റേ സൈഡിലെ ജനൽ അങ്ങനെ തുറക്കത്തില്ല. ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ കുപ്പിവള വെക്കുന്ന സ്റ്റാൻഡ്. എനിക്ക് ഒത്തിരി കുപ്പിവളയുടെ കളക്ഷൻ, ഒത്തിരി എന്ന് പറഞ്ഞാൽ അങ്ങ് ഒത്തിരി ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം എല്ലാ കളറും, റെഡും ബ്ലാക്കും വൈറ്റും ഗ്രീനും ബ്ലൂവും പിന്നെ മറ്റേ മിക്സഡ് കളറും, അങ്ങനെ അത്യാവശ്യം കളറെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റാൻഡ് മീഷോന്ന് വാങ്ങിച്ചുള്ളത് 100 സംതിങ് എങ്ങാണ്ടായിരുന്നു വാങ്ങിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു റേഞ്ച്. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഇതിങ്ങനെ വളഞ്ഞു പോയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഇരിക്കുന്ന ഒരു സാധനമല്ല, ഇങ്ങനെ വളഞ്ഞ് പോകുന്ന ഒരു അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറും ഷേപ്പും ഒക്കെയായി ഈ ഒരു സാധനത്തിന്. പിന്നെന്ന് പറയാൻ, ഈ ഒരു കോർണർ ഞാൻ ഇതായിട്ട് പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കുക. ഈ ഒരു കോർണർ സോഫയിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കി. ജനലൊക്കെ തുടയ്ക്കാതിട്ടിരുന്നത് ജനലും വൃത്തിയാക്കി. ഈ കോർണറിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ പറക്കി മാറ്റി. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു വളയുടെ സ്റ്റാൻഡ് ഞാനങ്ങ് സെറ്റപ്പാക്കി വെച്ച്, അതിനുശേഷം മറ്റേ കൊച്ചു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് അത്യാവശ്യം എടുക്കേണ്ട സൺസ്ക്രീനും മോയ്സ്ചറൈസർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ എൻ്റെ പൗച്ചിലും ഒക്കെ ഇട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ നമ്മൾ എവിടെയെങ്കിലും റെഡി ആവാനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ എപ്പോഴും ഡെയിലി യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ആ ഒരു സൈഡിലോട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ കുറേ ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ കൊച്ചു ഫോട്ടോസ്, നമ്മുടെ ഈ മെമ്മറബിൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള ഫോട്ടോയാണ്. ഇത് കണ്ടോ, ഇതാണ്. ഈ തുണിയെല്ലാം കൂടി വാരി കുട്ടിയിട്ടേക്കുക എന്ന് പറഞ്ഞത്. ഇതിൽ കഴുകിയതും ഉണ്ട് കഴുകാത്തതും ഉണ്ടെന്ന് തോന്നുന്നു, മിക്സാണ്. ഇനി ഇതെല്ലാം തിരിഞ്ഞ് വേണം അതിനെ ഓരോരോ രീതിക്ക് വെക്കാൻ. അങ്ങനെ നമ്മൾ ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ തുണികളെല്ലാം അങ്ങ് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ തുണികൾ അടുക്കി വെക്കുന്ന കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ബോക്സ് പോലത്തെ ഉണ്ട്, അത് മീഷോന്ന് വാങ്ങിച്ചതാണ്. അതൊക്കെ ഈ അലമാരിക്കകത്ത് ഇരിക്കുക. ഇത് ഞാൻ വെച്ചു അല്ലാണ്ട് കുറച്ച് മടക്കി സ്റ്റാൻഡിലും പിന്നെ അലമാരിയിലും ഈ ബക്കറ്റിലൊക്കെ ഇതാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് സെറ്റായതിനു ശേഷം ഞാനിങ്ങനെ നമ്മുടെ ബെഡൊക്കെ വിരിച്ചു. എൻ്റെ കൊച്ചു ബെഡാണ്, ഞാൻ മാത്രമേ കിടക്കുന്നുള്ളതായതുകൊണ്ട് ചെറിയൊരു കട്ടിലും 2 തലയാണയും മാത്രമേ എൻ്റെ ഫേവറേറ്റ് ബെഡ്ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അലമാരിയുടെ അടുത്തോട്ട് വന്നു. അലമാരിയുടെ മിറർ ഫുൾ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വെച്ച് നല്ലപോലെ വൃത്തിയായിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്, ഈ ന്യൂസ് പേപ്പറിനകത്ത് നമ്മൾ കുറച്ച് പൗഡർ ഇടണം. പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന പോലെ ആക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണാടിയൊക്കെ നല്ലപോലെ ക്ലീൻ ആവും. ഇതൊരു ഹാക്കാണ്, നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂമിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും ചപ്പ്. ഈ ഒരു ലോറി കയറ്റാനുള്ള ചപ്പ് നമ്മുടെ റൂമിൽ നിന്ന് കിട്ടും. ഒത്തിരി കവറോ എന്തൊക്കെയോ സാധനങ്ങളാണ്. അത് പോയപ്പോൾ തന്നെ നമ്മുടെ റൂം അത്യാവശ്യം വൃത്തിയായി. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ റൂം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ വൃത്തിഹീനമായ റൂം നമ്മൾ മനോഹരമാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ ഇട്ടേക്കുന്ന ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഒന്ന് കത്തിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അതൊന്നും എപ്പോഴൊന്നും ഞാൻ കത്തിക്കാറില്ല, കറണ്ട് ബില്ല് കൂടുമെന്ന് പറഞ്ഞാൽ അമ്മ വഴക്ക് പറയും. രാത്രിയിലൊക്കെ ഇത് കത്തുന്നതാണ് നല്ല രസം, നല്ല ക്വാളിറ്റി ഉള്ള ഒരു LED വാളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂം ക്ലീനിങ് വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ടാറ്റാ.